റിവ്യൂ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിരുന്നു. ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അടുക്കി പറക്കി വെക്കണം, ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ലോങ് വീഡിയോ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇതുവരെ ഷോർട്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാം. ആ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. മൾട്ടിപർപ്പസുള്ള പ്രൊഡക്റ്റ് എന്നൊക്കെയാണ് പ്രൊഡക്റ്റിൽ കാണിക്കുന്നത്. പക്ഷേ മുഖത്തിൻ്റെ കുഴപ്പമുണ്ടല്ലേ, മൊത്തം പിമ്പിൾസൊക്കെ വന്നു. കുറച്ച് ഓവറായിട്ട് ഫുഡ് കഴിച്ചു, അതിൻ്റെ റിസൾട്ടാണ് മൊത്തം കാണുന്നത്. അപ്പം ജസ്റ്റ് ലിബ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇടാം. അപ്പോൾ മുഖം കുറച്ച് ബ്രൈറ്റ് ആവുമായിരിക്കാം. കുറച്ച് ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ ഇതിനകത്ത് തന്നെ ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ് ഇട്ട് വരുന്നത്. ഇത് സൂപ്പറാണ്. അപ്പോൾ നമുക്കതൊന്ന് ഇടാം. ഫേസിന് ചേരുന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ഫേസ് ബ്രൈറ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അതൊക്കെയാണ്. അപ്പോൾ നമുക്കിനി പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. മൾട്ടിപർപ്പസുള്ള പ്രൊഡക്റ്റൊക്കെയാണ് നോക്കാം. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. അതല്ലേ, ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഇതാണ്. ഇതൊരു വീഡിയോ അവസാനിപ്പിക്കണമെന്നുണ്ട്. ആർക്കും അറിയില്ല. നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യണ്ട ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇത്. അതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ സാധനം ഒന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം. എന്താ അവസ്ഥയെന്ന് ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഇല്ല. ഇല്ലെങ്കിൽ എന്താ കൂടെ ശരിയാക്കി സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. എൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ സ്മെല്ലാണ്. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ ഓക്കെയാണ്. ഞാൻ മേടിച്ചല്ലോ, എൻ്റെ സിസ്റ്റർ മേടിച്ചാണ്. അവളുടെ ബേബീൻ്റെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് പ്രൊഡക്റ്റ് തീരെ സ്മോളാണ്. അത്യാവശ്യം ഒരു ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തൊന്നും മോഡൽ ഡ്രസ്സൊന്നും ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ചെറിയ തിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിടാന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പം ഞാൻ കാണിച്ചതാണ്. എൻ്റെ പേര് ഓൾമോസ്റ്റ് ഇതാണ് വരുന്നത്. ആണല്ലേ, റേറ്റ് വരുന്നത് 580. ഇത് എങ്ങനെയാവുമെന്ന് നോക്കാം. ഇതിൽ എഴുതിയിരിക്കുന്ന പ്ലാസ്റ്റിക് മൾട്ടിപർപ്പസ് സ്റ്റോർ എന്നാണ്. സ്റ്റോറേജ് ഓർഗനൈസർ. ഞാൻ ഒരു കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു വുഡിൻ്റെ ഒക്കെ കളർ, നല്ല ഭംഗിയുണ്ട്. നമുക്ക് നോക്കാം. ഒരു ഐഡിയ കിട്ടണില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല. എന്നാലും നമുക്ക് ചെയ്യണ്ടേ. അപ്പം ഇത് സ്റ്റാർട്ടിങ് എങ്ങനെ നമുക്ക് ഈ ഫോട്ടോ നോക്കിയിട്ട് നോക്കാം. ഫോട്ടോൻ്റെ വണ്ടിക്ക് 2-3 ഐറ്റം ശരി ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് ഇങ്ങോട്ട് പോവാം. അവിടെ നോക്കണ്ട, അറിയാലോ പെൺപിള്ളേരെ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ വൃത്തിയാക്കില്ല ഗൈസ്, എനിക്ക് വൃത്തിയാക്കാൻ ഇഷ്ടം. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ വരുമെന്ന് ഐഡിയ. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങനെയല്ല. എനിക്കറിയില്ല നമുക്ക് ഇതെങ്ങനെ ആവുമെന്ന് എനിക്ക് അറിയാൻ കിട്ടുന്നില്ല. ഇത് സിമ്പിളാണ് തോന്നുന്നു കഴിച്ചാൽ. കണ്ടിട്ടൊരു എളുപ്പം ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫുള്ള് ചെയ്തെന്നും അറിയാം. അപ്പോൾ ഇതൊന്നായി ഇങ്ങനെ വരണോ എന്ന സംശയം. ഇങ്ങനെ വെക്കുന്ന സംഭവം തോന്നുന്നു. ഫോൺ എടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇതെങ്ങനെ വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചിട്ട് ഞാൻ വെക്കുവാണ്. വെക്കാനാണെന്ന് തോന്നുന്ന ചാൻസ് കൂടുതൽ. നോക്കാം. അടുത്ത് വീണ്ടും അടുത്തത് നമ്മൾ വീണ്ടും നോക്കാം. എനിക്കറിയില്ല ഇത് വെച്ചിട്ടാണ്. സോറി, ഇത് വെക്കാൻ നമ്മൾ ശരിക്കും നമ്മൾ എന്നെപ്പോലെ മന്ദബുദ്ധികളാണെങ്കിലാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്. ബുദ്ധിമുള്ളവരാണെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റാറ്. അതുപോലെ മന്ദബുദ്ധികളാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കേണ്ടി വരും. ശരിക്കും ഞാൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര പുറമോട്ടാണ്. എനിക്ക് എങ്ങനെ വരാനാണ് ഒരു ഓൾമോസ്റ്റ് ചാൻസ് കൂടുതൽ. ഇങ്ങനെ രീതിക്ക് ഇത് ഒന്നിരിക്കുമ്പോൾ ഒന്നും ഇരിക്കുന്നില്ല. ഇത് പോയാൽ ഓക്കെ സെറ്റ്. രണ്ടെണ്ണമായി. ഇത് മാറ്റിയൊക്കെ ഏകദേശം ഐഡിയ കിട്ടി. ഇനി അടുത്ത നമ്മൾ വീണ്ടും ഈ സാധനം നമ്മൾ എപ്പോൾ വെക്കണം ഇങ്ങനെ വെച്ച് പോകണം. ഇങ്ങനെ വെച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് ലാഗടിക്കുന്നുണ്ടോ? എനിക്ക് വെച്ചാൽ നല്ല ലാഗ് തോന്നും. ഇത് ശരിക്കും നമ്മൾ ഈ വീഡിയോ എഡിറ്റാക്കുമ്പോഴല്ലോ ഞാൻ എന്ത് കാണിച്ചു കൂട്ടാനെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഇതിന് ആവശ്യമില്ല. പിന്നെ എനിക്കൊരു ഓർമ്മയില്ലേ മോള് ഞാൻ ചെയ്യുന്നത് നോക്കാം. ഇത് എത്ര ലെയർ ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പം അടുത്ത നമുക്ക് നോക്കാം. പക്ഷേ ഇത് വെക്കുന്ന ലെവൽ കറക്റ്റല്ലെങ്കിൽ നമുക്ക് കണ്ടു പാടില്ല. ഇത് ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടുമായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ കുളമായി ഇങ്ങനെ അല്ല ആക്കാൻ. അപ്പോൾ ഇത് ഊരിട്ട്
ഈ പ്രോസസ്സിൽ തിരിച്ചെടുക്കണം. ഇങ്ങനെ വെക്കണം. അപ്പോൾ അറിയാമോ, ഇങ്ങനെ ചെയ്യലാമോ, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ എനിക്ക് അതുപോലെ റീസെൻ്റ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിരുന്നു. എൻ്റെ ഫ്രണ്ട് അനിയിട്ട് എനിക്കൊരു സ്റ്റാൻഡ് മനസ്സിലാവും. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഈ ആവശ്യത്തിൽ ഞാൻ പറയുന്നു, എനിക്ക് വേണ്ടിയിട്ടാ. നിങ്ങൾക്കും വീഡിയോ ഒക്കെ ഫുള്ള് റെക്കോർഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ ഒരുപാട് ലാഗായിട്ട് വീഡിയോ ഇരിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ വയ്യൊക്കെ മുറിയും. നമുക്ക് ഇവിടെ വെച്ചാൽ നോക്കില്ല, നമുക്ക് താഴോട്ട് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് ക്യാമറ കുറച്ച് കണക്കാക്കി വെക്കാം. അലമാരയൊക്കെ തുറന്ന് വെക്കാം. എന്തിനാ കാണിച്ചു തരാം. എന്തൊക്കെ ഇടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. എൻ്റെ പറ്റി സാധനങ്ങളൊന്നും ഇടുന്നുണ്ട്. പിന്നെ ചുമ്മാ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ, നമ്മുടെ നാപ്കിൻ, പാൻറ്റീസ് അങ്ങനെയൊക്കെ ഇടാം. ഇത് അയ്യോ, ഈ ഫോൺ ഇപ്പം നിലത്ത് പോയാണ് കൈ. അപ്പം ഇങ്ങനെയൊക്കെ ഇടാം. അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്ക് ഇവിടെ നിന്ന് എത്തി. നമ്മൾ ഒത്തിരി ഇരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. എത്രത്തോളം പിന്നെ നോക്കട്ടെ. ഒരു കുറച്ച് പേര് പാട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ കംപ്ലീറ്റ് ആവില്ല. ഇത് എങ്ങനെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളൊക്കെ തട്ട് നമ്മൾ വെച്ചു. ഫൈനൽ ലുക്ക് ഇതാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ മുരിയും വെക്കാം. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബാസ്ക്കറ്റ് ഇതിൻ്റെ അകത്ത് ഓക്കെ. ഇങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ കയറി. ഫ്ലിപ്കാർട്ടിൽ നല്ല ഐറ്റംസ് ഒക്കെ കിട്ടില്ല. അത് സെറ്റ് ചെയ്തു. ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ ഏകദേശം ഒരു 10 സമയം കാണും. പക്ഷെ ഞാനിത് മിറ്റാക്കി ഇടും. സെറ്റല്ലേ, ഇത് ഓക്കെ അല്ലേ, കൊള്ളാവോ? എന്നിട്ട് ഞാൻ എന്തൊക്കെ കഴിക്കാം നോക്കാം. ഇത് ഓക്കെ ആയി. ഇനി നമുക്ക് ഇതിനെ കിടത്തിയിട്ട് നമുക്ക് കാല് വെച്ച് നോക്കാം. കിടത്തിയിട്ട് നമുക്ക് കാല് വെച്ച് നോക്കാം. ഇങ്ങനെ നോക്കാം. അതിന് ക്യാപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്കൊരു ചോക്ലേറ്റ് തിന്നാം. വീണ്ടും കഴിക്കാം. ഇത് ഇന്നലെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് അനിയത്തി ഹസ്ബൻഡ് പുള്ളിക്കാട്ടിക്ക് സർപ്രൈസ് കൊടുത്തു. അതിന് കുറച്ച് ചോക്ലേറ്റ് നമ്മൾ അത് മാറ്റി കഴിച്ചു. നമുക്ക് തിന്ന് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് ഇവിടെ സെറ്റിങ് ചെയ്യാം. ഇതാണ് എൻ്റെ ഓൾമോസ്റ്റ് ചോക്ലേറ്റ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കും. ശരിക്കും നമുക്ക് ശരിക്കും അവിടെ ഇരിക്കും ഇഷ്ടം. അവിടെ ഇരിക്കും. ഇവിടെ നമുക്ക് ഇവിടെ തട്ടിപ്പ്
ഫേവറേറ്റ് അല്ലേ മുയൽക്കുട്ടൻ, നമ്മുടെ മുയൽക്കുട്ടൻ. അപ്പം അവനെ വിളിക്കട്ടെ. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. ഗൈസ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവനിങ്ങനെ കാണുകയും ചെയ്യാം, ഇങ്ങനെ നമുക്ക് തോന്നുകയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.